നമസ്കാരം. ഇത് 2026 മാർച്ച് 10 കേരള ഗസറ്റാണ്. ഇതിൽ കേരള സർവേ അതിരടയാള ആക്ട് പ്രകാരമുള്ള കുറച്ച് 13 പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 13 പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സർവേ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനെയാണ് 13 പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിൽ ഏതൊക്കെ വില്ലേജുകളാണ് പൂർണ്ണമായും ഡിജിറ്റൽ സർവേ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഭൂമിയുടെ അതിരടയാളങ്ങൾ തർക്കമറ്റ രീതിയിൽ പരിശോധിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ അതിർത്തി തർക്കങ്ങളെല്ലാം പരിഹരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നാണ്. ഏതൊക്കെ വില്ലേജുകളിലാണ് എന്ന് നോക്കാം. ആദ്യത്തേത് തിരുവനന്തപുരം താലൂക്കിൽ കഴക്കൂട്ടം വില്ലേജാണ് കാണുന്നത്. ഇവിടെ ഡിജിറ്റൽ സർവേ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. മൊത്തം 48 ബ്ലോക്കുകളാണ് കാണുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലോക്ക് നമ്പറുകളെല്ലാം മാറി പുതിയ ബ്ലോക്ക് നമ്പർ വന്നിട്ടുണ്ട്. സർവേ നമ്പറും അതുപോലെ മാറി വന്നിട്ടുണ്ടാകും. OTV വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായി നികുതി അടച്ച് ഇത് വെരിഫൈ ചെയ്യാവുന്നതാണ്. രണ്ടാമതായി ഡിജിറ്റൽ സർവേ ഇംപ്ലിമെൻ്റ് ചെയ്തതായി കാണുന്നത് കൊല്ലം ജില്ലയിലെ കൊല്ലം താലൂക്കിലെ പനയം വില്ലേജിലാണ്. മൂന്നാമതായി കാണുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിലെ കരംപാല വില്ലേജാണ്. അടുത്തതായി കാണുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലെ ചിങ്ങോലി വില്ലേജാണ്. ഇനി കാണുന്നത് എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിലെ ഏഴിക്കര വില്ലേജാണ്. അടുത്തത് എറണാകുളം ജില്ലയിലെ കൊച്ചി താലൂക്കിലെ കഴുപ്പിള്ളി വില്ലേജാണ്. അത് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിലെ പാലക്കുഴ വില്ലേജാണ്. അടുത്തത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്കിലെ എടത്തിരുത്തി വില്ലേജാണ്. വീണ്ടും തൃശ്ശൂർ ജില്ലയിലെ തന്നെ ചാവക്കാട് താലൂക്കിലെ ചാവക്കാട് വില്ലേജാണ്. അടുത്തത് തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലെ തൊറവ് വില്ലേജാണ്. അടുത്തത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലെ കുത്തന്നൂർ 1 വില്ലേജാണ്. അടുത്തത് പാലക്കാട് ജില്ലയിലെ തന്നെ പാലക്കാട് താലൂക്കിലെ അകത്തേത്തറ വില്ലേജാണ്. അടുത്തതും പാലക്കാട് ജില്ലയിലെ തന്നെ പട്ടാമ്പി താലൂക്കിലെ നാഗലശ്ശേരി വില്ലേജാണ്. അടുത്തത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിലെ തിരൂരങ്ങാടി വില്ലേജാണ്. അടുത്തതും മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിലെ അരിയല്ലൂർ വില്ലേജാണ്. അടുത്തത് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിലെ പാണക്കാട് വില്ലേജാണ്. അടുത്തത് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിൽ പെരകമണ്ണ വില്ലേജിലെ 92 പബ്ലിക്കേഷനാണ്. ഇത് 13 പബ്ലിക്കേഷൻ അല്ല. ഇത് തർക്കങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അടുത്തത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ നടുവണ്ണൂർ വില്ലേജാണ്. ഇവിടെ റീസർവേ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വിവരങ്ങൾ മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. ഇത് ഷെയർ ചെയ്ത് സഹായിക്കൂ. ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മേ DC. താങ്ക് യു.